ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ വന്നിട്ട് നമ്മൾ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, ഇഞ്ചി പേസ്റ്റ് ഇട്ടു, പിന്നെ നമ്മളെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്നത്. സോ അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം നമുക്ക്. അപ്പോൾ ഗൈസ് ഞങ്ങൾ അമ്മയാട്ടോ ഇന്നത്തെ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ നന്നായിട്ട് നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് വഴറ്റി കഴിഞ്ഞു. ഇനി നമ്മൾ തക്കാളി ആഡ് ചെയ്യും. വഴറ്റിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി നമ്മൾ അടുത്തത് തക്കാളി ആഡ് ചെയ്യും. തക്കാളിൻ്റെ ശേഷം നമ്മൾ ഈ കാണുന്ന മസാലയാണ് നമ്മൾ ആഡ് ചെയ്യുക. അതായത് മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യമുള്ള ഒരു ഇതിനാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് ഇവിടെ. അപ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കഴിഞ്ഞിട്ടോ. ഇനി ആ തക്കാളിയും ഉള്ളിയും എല്ലാം കൂടി ഒരു നല്ലൊരു പേസ്റ്റ് മാതിരി ആയി വരട്ടെ. പിന്നെയാണ് നമ്മൾ ഒന്ന് പൊടിയിൽ ചേർക്കുന്നത്. ഇളക്കുന്നത് ഞാനായിക്കോട്ടെ. അപ്പം നമ്മൾ വഴറ്റി കഴിഞ്ഞിട്ടോ. ഇനി നമ്മൾ മസാല ആഡ് ചെയ്യണേ. ഇനി നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മൾ കറിവേപ്പിലയും പിന്നെ കറിവേപ്പിലൊക്കെ ആഡ് ചെയ്യണം. മല്ലിയില പിന്നെയാണ്. നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്യണം. മസാല ഇങ്ങനെ നന്നായിട്ട് ഒന്ന് പിടിക്കാനുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഇനി നല്ലോണം നമ്മൾ ഇളക്കി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പച്ച മണമൊക്കെ പോകണം കേട്ടോ. എന്നിട്ടേ ബാക്കി കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മളെ പച്ച മണം എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ചിക്കൻ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് ഇടുക. ഇവിടെ എല്ലാവർക്കും എരിവ് അത്രയ്ക്ക് ഇതല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുളക് ആഡ് ചെയ്തിട്ടില്ല, മസാലയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളെ അമ്മമ്മയും അനിയത്തിയൊക്കെ ഉള്ളതുകൊണ്ട് കുറേ ചിക്കൻ കുറച്ച് കൂടുതലാണ് കേട്ടോ. ഇനി നമുക്കിത് പുറത്ത് കളയാണ്ട് നന്നായിട്ടൊന്ന് മസാല ചിക്കനിൽ നന്നായിട്ട് ഇളക്കി കൊടുത്ത് പിടിപ്പിച്ചെടുക്കണം. ഇപ്പം നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്ത് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി നമുക്കൊരു 2 മിനിറ്റ് അടച്ച് വെക്കണം കേട്ടോ. ഇപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് കേട്ടോ. വെള്ളം കൂട്ടിയത് എന്താ വെച്ചാൽ നമുക്കിവിടെ എല്ലാവർക്കും കുറച്ച് ഗ്രേവിയാണ് ആവശ്യം. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കതൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ നമ്മളുടെ ചിക്കൻ വന്നിട്ട് വെന്തോണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ അമ്മമ്മേൻ്റെ അടുത്തേക്ക് ചിക്കൻ ഇഷ്ടമല്ല, അപ്പോൾ ചിക്കൻ കഴിക്കൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർക്ക് നമ്മൾ അയിലമീൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് അമ്മമ്മ വെട്ടാണ് കേട്ടോ. അപ്പോൾ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മമ്മ മീൻ. അപ്പോൾ നമ്മൾ തുറന്നിട്ട് നമ്മുടെ ചിക്കൻ വെന്തോ നമ്മൾ നോക്കാൻ പോവാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നിറയെ ഗ്രേവി കൊണ്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലിപ്പോൾ കുറച്ച് വെള്ളം ഉണ്ട് കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് വെള്ളം കുറച്ച് വറ്റണം. ഇനി ഇത് നമുക്ക് വറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം തുറന്ന് വെക്കട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വറ്റി വരും അത്. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ മസാലയൊക്കെ ഇടാം കേട്ടോ. ഇനി ഇതിന് മുകളിൽ കുറച്ച് ചിക്കൻ മസാല ഇട്ടിട്ട് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമ്മളതൊന്ന് വറ്റാൻ വയ്ക്കണേ. അപ്പോൾ ഇനി നമ്മളത് മല്ലിയില ഇട്ട് കഴിഞ്ഞിട്ടോ. ഇനി നമ്മളതൊന്ന് തുറന്ന് വയ്ക്കാം. അതിൻ്റെ മുന്നേ ഒന്ന് നമുക്ക് ഇളക്കണം. ഇനി ഒന്നും കൂടി ഒന്ന് വറ്റി വരട്ടെ. അപ്പോൾ നമ്മൾ നിധിയെ അമ്മ കുളിപ്പിച്ച് അവൾക്ക് കുറുക്കൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ അവൾ നല്ല സുഖത്തിൽ ഉറങ്ങുക കേട്ടോ. നല്ല സുഖത്തിൽ ഇപ്പോൾ അവൾ ഉറങ്ങുകയാണേ. അപ്പോൾ നമ്മളിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. കറി നമ്മൾ റെഡി ആയിട്ടോ. നമ്മളെ ചിക്കൻ കറി നല്ല രസമുണ്ട്. അപ്പോൾ ഇനി അടുത്ത് നമുക്ക് ഫിഷ് ഫ്രൈയിലോട്ടേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ മീനൊക്കെ മസാല പുരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഇനി നമുക്കത് വറുത്താൽ മാത്രം മതി.
അപ്പോൾ നമ്മളെ ചട്ടി ചൂടായി, ഇനി നമുക്ക് എണ്ണ വയ്ക്കാം കേട്ടോ മീൻ വറുക്കാൻ. ഇനി കുറച്ച് കറിവേപ്പില കൂടി നമ്മൾ ഇട്ട് വെക്കാം കേട്ടോ. ടേസ്റ്റ് സ്മെല്ലൊക്കെ നല്ല സൂപ്പറാവും. ഇനി നമ്മൾ മസാല തേച്ച് വെച്ച മീൻ വയ്ക്കുകയാണ്. ഇതിപ്പോൾ ചെറിയമ്മയ്ക്ക് മാത്രമേ ഉള്ളൂ, നമുക്ക് ചിക്കൻ ഉള്ളതുകൊണ്ട്. നമ്മൾ വെച്ചാൽ അപ്പം നമ്മൾ മീൻ മറിച്ചിടാം കേട്ടോ. മീനായിട്ടുണ്ട്, അപ്പം മറിച്ചിടാണ്. അപ്പോൾ നമ്മൾ മറിച്ചിട്ട് ഒരു കുറച്ച് നേരം കഴിഞ്ഞിട്ട് അത് വേണം കേട്ടോ. അപ്പോൾ ഗായ്സ് നമ്മൾ മീൻ റെഡി ആയിട്ടോ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ മറിച്ചും തിരിച്ചൊക്കെ വറുത്ത് നല്ല മുരിഞ്ഞ് മീൻ നല്ല അടിപൊളി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഗ്യാസ് ഓഫ് ആക്കിട്ടോ. വെളിച്ചത്ത് പിടിച്ചോല. അപ്പോൾ ഗൈസ് സോറി കേട്ടോ, ഒരു തെറ്റ് പറ്റി മുന്നേ വെളിച്ചത്ത് വരട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. കാരണം ഇന്ന് അമ്മമ്മേൻ്റെ സ്പെഷ്യൽ ഇടാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മമ്മ അനിയത്തി നാളെ ഒരു നാട്ടിലേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ നമുക്കതൊരു വിഷമമാണ് നാളെ ഇനി. അപ്പോൾ അപ്പയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മമ്മേൻ്റെ ചിക്കൻ കറി. അപ്പോൾ അമ്മമ്മ അവിടെ ചെന്നാലും ഇവിടെ വന്നാലൊക്കെ നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കി തരും. അപ്പോൾ അത് വളരെ ഇഷ്ടമാണ്, അതുകൊണ്ട് അമ്മമ്മ ഒന്ന് ഉണ്ടാക്കി. അപ്പോൾ എനിക്ക് തോന്നി ആ ഒരു വീഡിയോ നിങ്ങളെ കൂടെ ഒന്ന് ഷെയർ ചെയ്യണമെന്ന്. പിന്നെ നമ്മൾ അമ്മമ്മേനെ അനിയത്തി ചിക്കൻ കഴിക്കൂല. അപ്പോൾ പിന്നെ രാവിലെ മീൻ വന്നപ്പോൾ എന്നാൽ ശരി അതും കൂടി എടുത്തേക്കായിട്ടാണ് നമ്മൾ എടുത്തത്. അപ്പോൾ എല്ലാവരും അമ്മമ്മേൻ്റെ ചിക്കൻ കറി പരീക്ഷിച്ച് നോക്കുക, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു.